ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി 4 വർഷമായിട്ടും നീതി കിട്ടിയില്ലെന്ന കുടുംബം. പോലീസ് പ്രതിയെന്ന് കണ്ടെത്തിയ അർജുനെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും 1.5 വർഷമായി നടപടിയില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് 24നോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചില്ല എന്നാണ് ആക്ഷേപം. 4 വർഷം പിന്നിട്ട് നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ കേസ് നടന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, സങ്കടമുണ്ട്. നീതി വൈകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതി ഇപ്പോഴും പുറത്ത് നിന്നുകൊണ്ട് അവന്റെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നു, അവന്റെ ഒരു കല്യാണ ആലോചന നടക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു നീതി എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് കുടുംബത്തിന്റെ ആരോപണം? ഈ പ്രോസിക്യൂട്ടർ നിയമനത്തിന് തടസ്സമായിട്ടുള്ളത് എന്താണ് രാഹുൽ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന അപ്പീലിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ 1.5 വർഷമായിട്ടും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായിരുന്ന അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2.5 വർഷം നീണ്ടുനിന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ കട്ടപ്പന കോടതി ഈ അർജുൻ കുറ്റക്കാരനല്ലെന്ന് വിധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ കുറ്റവിമുക്തനാക്കിയ നടപടി വിധിക്കെതിരെ ഈ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും സങ്കടകരവുമായ കാര്യം. 4 വർഷമായി ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇനിയെങ്കിലും അടിയന്തരമായി സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നാണ് ആ കുട്ടിയുടെ പിതാവ് 24നോട് പറഞ്ഞത്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.